ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് വീഡിയോ ഇടുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇതെൻ്റെ ഒരു മോർണിംഗ് ആണ്. മോർണിംഗ് നല്ല കുറച്ച് സമയത്ത് എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ചില സമയത്ത് അവൻ എൻ്റെ കയ്യിലുണ്ടായിരിക്കും, അപ്പോൾ എനിക്ക് എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ കുറച്ച് അവിടെ ഇവിടെകളൊക്കെ ആയിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. രാവിലെ എണീറ്റിട്ട് ഞാൻ എൻ്റെ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ അവനെ എടുത്തുകൊണ്ട് താഴത്തേക്ക് പോകും കേട്ടോ. അപ്പോൾ താഴെ പോയി കഴിഞ്ഞാൽ എന്നാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അവിടെ ഇങ്ങനെ അവനെ ഉറങ്ങുമ്പോൾ കാവലിരിക്കേണ്ടി വരും. അവൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. അവൻ മേ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പിന്നാലെ ഇങ്ങനെ വരും. അപ്പോൾ പെട്ടെന്ന് ഞാനും കട്ടിൽ നിന്ന് എണീറ്റിട്ട് തിരികെ മറിയെ ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് എന്നാൽ തന്നെ അവൻ വീഴാറുണ്ട് കേട്ടോ. അത് കാരണം ഞാൻ എടുത്തിട്ട് പോയി താഴത്ത് കൊണ്ട് കിടത്തുക. എണീക്കുകയാണെന്ന് വെച്ചാൽ ഓക്കെ, അല്ലച്ചാൽ അവനവിടെ കിടന്നുറങ്ങും. അങ്ങനെ ചെറുതായിട്ടൊന്ന് കണ്ണ് തുറന്നിട്ട് എല്ലാവരും നോക്കിയെങ്കിലും അവൻ പിന്നെ കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ അച്ഛനെ അവിടെ ഇരുത്തിയിട്ട്, അച്ഛൻ പേപ്പർ വായിക്കായിരുന്നു, അപ്പോൾ ഞാൻ അച്ഛനെ എടുത്തിട്ട് ഞാൻ പിന്നെ മേലെ വന്നു. അടിച്ചു വാരാനും ബെഡ്ഷീറ്റ് വിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടു. ഇവിടെ ഞാൻ ഡെയിലി അടിച്ചു വാരിട്ടു കേട്ടോ. തുടച്ചിട്ടില്ലെങ്കിൽ ഞാൻ അടിച്ചു വാരും, കാരണം അവനെ ഞാൻ താഴേക്ക് ഇരുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ സമയത്ത് കുഞ്ഞു പൊടികൾ മതി, അതൊക്കെ അവൻ എടുത്ത് വായിലിടും. അത് കാരണം എപ്പോഴും ക്ലീനാക്കി വെക്കണം. അടിച്ചോലെ കഴിഞ്ഞ് കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ മഴ ആയത് കാരണം താഴെ ഉണക്കാട്ടാലും അതൊന്നും ഉണങ്ങില്ല. പിന്നെ ഞാൻ വൈകിട്ടാകുമ്പോഴത്തേക്കും ഒക്കെ എടുത്തിട്ട് മേലെ കൊണ്ട് ഫാനൊക്കെ ഇട്ട് വെക്കണം. അപ്പോൾ ഭയങ്കര ചടങ്ങാണ്. ഈ മഴ വരുന്നതിന് മുമ്പ് മഴ വന്നാൽ മതി എന്നായിരുന്നു. ഇപ്പം മഴ വന്നപ്പോൾ തുണി ഉണങ്ങാത്തത് മാത്രം ഒരു പ്രശ്നമാണ് കേട്ടോ. ഇപ്പം മഴ ഇല്ല, തോർന്നിരിക്കുന്ന സമയമാണെങ്കിൽ പോലും ഇട്ട് കഴിഞ്ഞാൽ ഉണങ്ങുന്നില്ല. അവൻ്റെ ട്രൗസറൊക്കെ ഇങ്ങനെ നനഞ്ഞിരിക്കും. നമുക്കൊക്കെ ആണെങ്കിൽ പിന്നെയും ചെറിയൊരു തണുപ്പൊന്നും കുഴപ്പമുണ്ടാവില്ല, പക്ഷേ ഇവർക്ക് അങ്ങനെയല്ലല്ലോ. പിന്നെ രാവിലത്തെ എൻ്റെ പരിപാടികളാണ് കേട്ടോ. രാവിലെ ഞാൻ എണീറ്റ് വന്നാൽ ഞാൻ രാവിലെ പാൽ കുടിക്കും. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ പാലുകൂടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുടിച്ചിരുന്ന് പിന്നെ എനിക്ക് മടുത്തപ്പോൾ ഞാൻ പിന്നെ നിർത്തി. ഇപ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് മെലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ പാൽ തിളപ്പിക്കാൻ വെച്ച് പിന്നെ മുട്ടയും കഴിക്കും കേട്ടോ. എത്ര ദിവസത്തേക്കാണെന്ന് അറിഞ്ഞൂടാ, എന്നാലും ഇപ്പോൾ കഴിക്കും. അങ്ങനെ മുട്ടയും പുഴുങ്ങാൻ വെച്ച് പിന്നെ അവൻ്റെ കുപ്പികളൊക്കെ തിളപ്പിച്ച് അതിലത്തെ വെള്ളമൊക്കെ ഒഴിച്ച് എൻ്റെ ബോട്ടിലൊക്കെ വെള്ളമാക്കി വെക്കും. എനിക്ക് കുപ്പിയിൽ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. മറ്റേത് എനിക്ക് ഗ്ലാസ്സിലേക്ക് എടുത്ത് കുടിക്കുമ്പോൾ എനിക്ക് ഒരു സുഖമില്ല. അപ്പോൾ ഞാൻ എൻ്റെ കുപ്പിയിൽ ഇങ്ങനെ എപ്പോഴും വെള്ളം നിറച്ച് വയ്ക്കും. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്മ രാവിലെ ഫുഡ് ഉണ്ടാക്കിയതിൻ്റെ കേട്ടോ. അമ്മ രാവിലെ പുട്ടായിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ അതിൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി വെച്ചു. ഇതൊന്നും സ്ഥിരം ഞാൻ ചെയ്യുന്നതോ ഇങ്ങനെയൊന്നും ആവില്ല. എൻ്റെ സ്ഥിരം പരിപാടികൾ ഇതൊന്നും ആവില്ല കേട്ടോ. എല്ലാ ദിവസവും ഡിഫറെൻ്റ് ആയിരിക്കും, ഒരുപോലെ ആവില്ല. ഇന്ന് ചെയ്തത് നാളെ ചെയ്യില്ല, ചിലപ്പോൾ ഇന്ന് ചെയ്യാത്തത് നാളെ ചെയ്യും, അങ്ങനെയൊക്കെ ആയിരിക്കും. അതൊക്കെ ഇവൻ്റെ മൂഡ് പോലെയും ഒക്കെയാണ്. രാവിലെ എന്താ ഉണ്ടാക്കുന്നത് വെച്ചാൽ അതന്നെയാണ് കേട്ടോ ഞാൻ അവന് ഫുഡ് കൊടുക്കാറ്. പക്ഷെ പുട്ട് അവന് ഇഷ്ടമില്ല. അപ്പോൾ എന്നാലും ഞാൻ കൊടുത്തു നോക്കും, എല്ലാം കഴിക്കണമല്ലോ. അപ്പോൾ കഴിക്കില്ല എന്നറിയാം. അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്തു. എനിക്ക് കഴിക്കാൻ എടുക്കുമ്പോൾ ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊണ്ടു വെച്ചപ്പോൾ അവൻ തുപ്പിത്തരാണ്. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വെച്ച്. വഴുതനങ്ങ ഉപ്പേരി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. കഴിക്കോ ഇല്ലയോ ഒന്നും അറിഞ്ഞൂടാ, എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ ഇനി ഉരുളക്കിഴങ്ങ് വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അതൊക്കെ കഴുകി വെള്ളത്തിലിട്ടു, മഞ്ഞ വെള്ളത്തിലിടണമല്ലോ, അങ്ങനെയൊക്കെ ഇട്ട് വെച്ചു. അപ്പോഴത്തേക്ക് ആശാൻ എണീറ്റ് വന്നു കേട്ടോ. അച്ഛൻ പോയി അപ്പോഴേക്ക്. അപ്പോൾ അവൻ എണീറ്റു. പിന്നെ നേരെ എൻ്റെ അടുത്തേക്ക് മേ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. എൻ്റെ അടുത്ത് കിടന്ന് ചിരിക്കുകയാണ് ആൾ. പിന്നെ കുറേ നേരം അവിടെ ഇരുന്നു, എൻ്റെ ഒക്കത്ത് അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ അമ്മ എടുക്കാമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒന്നും നടക്കില്ല, ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇങ്ങനെ ചുറ്റി പറ്റി നിൽക്കേണ്ടി വരും. നിന്ന് സമയം കളയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവനെ കറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആദ്യമൊന്നും പോയില്ല. രാവിലത്തെ ചെറിയ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല കേട്ടോ, അവൻ പെട്ടെന്ന് പോകാറൊക്കെ ഉണ്ട്. പക്ഷെ ചില ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എവിടെയാണോ അങ്ങനെ ശീലമായി കഴിഞ്ഞാൽ അതും പ്രശ്നമല്ല. അപ്പം ഞാൻ ആരെയും കണ്ടുവച്ചാൽ ഞാൻ അവരുടെ കൊണ്ടു കൊടുക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുത്തും. അപ്പോൾ പിന്നെ ആരെങ്കിലും വന്ന് എടുക്കും, അല്ലാതെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയൊന്നുമില്ല. പിന്നെ അങ്ങനെ അവർ ഓരോന്ന് കാണിച്ച് അവനെ മയക്കെടുത്ത് പിന്നെ ഞാൻ ഉപ്പേരിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കി. വിശക്കൂല. അതിൻ്റെ ഇടയ്ക്കാണ് അമ്മ എന്നെ വിളിച്ചത്, ഇവിടെ വന്ന് നോക്ക്, ഇവിടെ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ കോളിംഗ് ബെൽ അടിക്കുകയാണ് കേട്ടോ. അമ്മയുടെ വിരൽ കൊണ്ടുപോയിട്ട് അവനെന്നെ പിടിച്ച് പല്ല് കടിക്കുന്നത് കണ്ടോ, ഇങ്ങനെ അമർത്തി കടിക്കുന്നുണ്ട് അവന്. അയ്യോ, എന്തൊരു
നിർത്തണേ ഇല്ല, അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ. പിന്നെ അതിൽ നിന്ന് അമ്മ കൈയൊക്കെ മാറ്റി എടുത്തിട്ട് പോയി. അച്ചച്ചയാണ് കേട്ടോ ഇത് പഠിപ്പിച്ചത്, ഇങ്ങനെ കോളിംഗ് ബെല്ല് അടിച്ച് കാണിച്ചു കൊടുത്തിട്ട്. പിന്നെ ഞാൻ വീണ്ടും എൻ്റെ ഡ്യൂട്ടിയിലേക്ക് വന്നു. പിന്നെ അങ്ങനെ നമ്മുടെ ഉപ്പേരി വെക്കാനുള്ള തയ്യാറെടുപ്പിലായി. നമ്മുടെ സാധാരണ ഉപ്പേരി വെക്കുന്ന പോലെ തന്നെ ഉള്ളി ഞാൻ അങ്ങനെ അത്യാവശ്യം ഇടും കേട്ടോ. ആ ഉള്ളി അവനിങ്ങനെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുക്കും. ഇങ്ങനെ അവന് പെറുക്കി കഴിക്കും. വഴുതനങ്ങയുടെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ, അപ്പോൾ എന്തായാലും ഉള്ളി കഴിക്കുമല്ലോ വിചാരിച്ച്. അങ്ങനെ നമ്മുടെ ഉപ്പേരി അടുപ്പത്തായി. എൻ്റെ മുട്ട വെന്തു, പാല് കാച്ചി, കുടിക്കാൻ ഒരു ചെമ്പ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് തിളച്ചു, അത് ഞാൻ എടുത്ത് കൊണ്ടുവച്ച്. പിന്നെ ജസ്റ്റ് അവിടേക്ക് ഒന്ന് ക്ലീനാക്കി, പിന്നെ ഒന്നടിച്ച് വാരി വൃത്തിയാക്കി. ബാക്കിയുള്ളിടത്തൊക്കെ അമ്മ അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുക്കള മാത്രം കുറച്ച് അലമ്പായിരുന്നു രാവിലത്തെ പരിപാടി കഴിഞ്ഞതിൻ്റെ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി. പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്, അതൊക്കെ കഴുകി വെച്ചു. ഇനിയിപ്പോൾ ഉപ്പേരിയായിട്ട് അവന് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ചോറ് കഴിക്കാൻ ഇഷ്ടമൊന്നുമില്ല, പക്ഷേ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അത് കൊടുക്കും. പിന്നെ വല്ല സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ചൂടൊക്കെ പോയിട്ടൊന്ന് കഴിക്കാൻ തുടങ്ങിയതായിരുന്നു, പക്ഷേ ഇപ്പോൾ വീണ്ടും മടിയായിട്ടുണ്ട്. വായ തുറക്കില്ല, കടിച്ച് പിടിച്ചിരിക്കും. 2 പല്ലും ഉണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ കടിച്ച് പിടിച്ചിരിക്കും. പിന്നെ ഇനി അഥവാ വായിൽ പെട്ടാൽ തന്നെ അത്ര സ്പീഡിൽ അവൻ താഴത്തേക്ക് ഇടും. പിന്നെ കൈ വെച്ച് തട്ടുക, നമ്മളതിനെ ഇങ്ങനെ ഉന്തിയാക്കുക, അങ്ങനെയൊക്കെ പല പരിപാടികളും ഉണ്ട് അവൻ്റെ കയ്യിൽ. എന്തായാലും കഴിപ്പിക്കാൻ കുറച്ച് പാടാണ്. പിന്നെ മുട്ടയുടെ മഞ്ഞ കൊടുക്കും കേട്ടോ, ഒരു ഹാഫ് ഒക്കെ ആയിട്ട് കൊടുക്കും. അവൻ കൊടുത്ത് നോക്കി, പക്ഷേ കഴിക്കുന്നില്ല അവൻ. മുട്ടയാണ് കേട്ടോ അത് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. പുട്ടും ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതെടുത്തിട്ട് ഞാൻ കഴിച്ചു. അവൻ എൻ്റെ കഴിക്കൽ കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വെച്ചു. കൊടുക്കുകയാണെന്ന് വെച്ചാൽ എനിക്ക് എനർജി വേണമല്ലോ, അപ്പം ഞാൻ കഴിച്ച്. എങ്ങാനും കുറച്ച് ഭക്ഷണം കഴിക്കണം വെച്ചാൽ ഞാൻ മണിക്കൂറുകളോളം അവനെ എടുത്തുകൊണ്ട് നടക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ പാട്ടൊക്കെ പാടി എൻ്റെ വായിൽ ഞാൻ കഴിച്ചതൊക്കെ വിശക്കാൻ തുടങ്ങും. അത്ര സമയം എടുക്കും അവൻ കഴിക്കണമെങ്കിൽ. പിന്നെ എടുത്തതിലൊരു പങ്ക് കാക്കകൾക്കും കോഴികൾക്കും പട്ടിയും പൂച്ച പറഞ്ഞത് എല്ലാം ഉണ്ടാവും. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരെന്നെ വിളിക്കാനെങ്കിലും വായ തുറക്കുക. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ അങ്ങോട്ട് വെച്ച് കൊടുക്കണം. അങ്ങനെ കുറേ സമയം എടുക്കും കേട്ടോ അവന് കഴിക്കാൻ കൊടുക്കാൻ. എൻ്റെ തോളൊക്കെ വേദനിക്കും അവനെടുത്തുകൊണ്ട് നടന്നിട്ട്. അപ്പോൾ ആ ചെയറിൽ ഇരിക്കും, പക്ഷെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അവൻ ഒന്നിലും മൂത്രമൊഴിക്കും, അല്ലെങ്കിൽ അവൻ കരഞ്ഞിട്ട് അത് നെടിപ്പിക്കും. ഓരോരോ വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്, ഇങ്ങനെ കുട്ടികളിങ്ങനെ ഫുഡ് ഈ ഹൈ ചെയറിൽ ഇരുത്തിയിട്ട് ഫുഡ് കൊണ്ടുവരുമ്പോഴേക്കും അവരിങ്ങനെ ഭയങ്കര ഫുഡിനോട് ഭയങ്കര ഒരു ആക്രാന്തം കാണിക്കുന്ന പോലെ. എന്നിട്ട് അവർ ഒറ്റയ്ക്ക് കഴിക്കുന്നത്, സ്പൂണൊക്കെ എടുത്തിട്ട് കഴിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര കൊതിയാവും കേട്ടോ. ഇവനൊക്കെ എന്താ അങ്ങനെ കഴിക്കാൻ തോന്നും. പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളൂ കേട്ടോ കാക്കയും പൂച്ചയൊക്കെ. ഒന്നുമില്ല, അവരാ ഫുഡ് മാത്രം, അതിൽ മാത്രം. ഞാനിവനെ അങ്ങനെ ശീലിപ്പിക്കുകയൊക്കെ ചെയ്തു, പക്ഷെ എന്നാലും അങ്ങനെ വർക്കാവണില്ല. ഇനിയിപ്പോൾ ഒന്ന് കറിയൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരു അച്ഛനൊക്കെ ഉണ്ടല്ലോ വേണ്ടാന്നൊക്കെ പറയാം. ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല കേട്ടോ. പറഞ്ഞാലും ഞാൻ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കുത്തി വായൊക്കെ കുത്തി പിടിച്ച് തുറക്കും കേട്ടോ. എന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ വായിൽ വെക്കും. അയ്യോ, അങ്ങനെ അവനും ബുദ്ധിമുട്ടാണ്. എനിക്ക് കുറേ കഴിഞ്ഞ് എനിക്ക് പാവം തോന്നും, പക്ഷേ പാവം തോന്നിയിട്ട് കാര്യമില്ലല്ലോ. കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ അതും പ്രശ്നമല്ലേ നമുക്ക്. പിന്നെ ഞാൻ അവിടെ അടുക്കളയിൽ കൊണ്ടിരുത്തിട്ട് ചിക്കൻ കറി വെക്കാമെന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഒരു ഉള്ളിയും ഇതൊക്കെ വെട്ടി കൊടുത്ത്. അപ്പോഴേക്കും അവനെ ഉറക്കത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ അവനെ കുളിപ്പിച്ചു കേട്ടോ. കുളിപ്പിച്ച് ഞങ്ങളുടെ കുളി കഴിഞ്ഞ് അവൻ്റെ ഡ്രസ്സ് മാറലൊക്കെ കഴിഞ്ഞ് ആ തൊട്ടിൽ കിടത്തിയപ്പോൾ അവൻ ഉറങ്ങി. കുറച്ച് നേരം കയ്യിൽ കിടന്നുറങ്ങും, പിന്നെ എണീക്കും. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ സമയം തരും, അപ്പോഴത്തേക്ക് അവൻ എണീക്കും. എനിക്ക് എൻ്റെ ചെറിയ പരിപാടികളായിരുന്നു. ഞാൻ പാലൊക്കെ കുടിച്ച് അവൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ തിരുമ്മിടാൻ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതൊക്കെ തിരുമ്മിടാൻ പോയി. അങ്ങനെ അത് കഴിഞ്ഞ് കുളിച്ച് വന്നപ്പോഴത്തേക്ക് ഇതാ വിരുന്നുകാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ആരുമല്ല, എൻ്റെ അച്ഛനും അമ്മയും പിന്നെ എൻ്റെ നാത്തൂൻ്റെ ചേച്ചിയുടെ കുട്ടി, അവിടെ വന്നിട്ടുണ്ടായിരുന്നു, വിരുന്ന് വന്നതാണ്. അപ്പോൾ ഇവരുടെ കൂടെ അവളെന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. പൊറോട്ട ഉണ്ടായിരുന്നു കേട്ടോ, പൊറോട്ടയും ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചു എല്ലാവരും കൂടെ. എന്നിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയി കേട്ടോ. എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും അച്ഛൻ്റെ കൂടെ ഇപ്പോൾ മഴയല്ലേ, അപ്പോൾ ബൈക്കിൽ പോകുമ്പോൾ എനിക്ക് മടിയാണ് പുറത്തിറങ്ങാൻ. അപ്പോൾ ഞങ്ങൾ അവരുടെ കൂടെ പോയി.
കുട്ടീനെയും കൊണ്ടുപോയിട്ടോ. അവന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ യാത്ര ചെയ്യാൻ. അപ്പോൾ അവന് മിസ്സാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അവനെ എടുത്തിട്ട് പോയി. അമ്മേനെ കുറേ വിളിച്ചു, അമ്മ വന്നില്ല. അവന് ഡ്രസ്സ് എടുക്കാണ്ടായിരുന്നു ബർത്ത്ഡേക്ക്, പിറന്നാളല്ലേ, അപ്പോൾ അവന് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ പോയി. അവൻ ഗിയർ മാറ്റാൻ സമ്മതിക്കുന്നില്ല കേട്ടോ അച്ഛനെ. വണ്ടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അവന് വണ്ടിയിൽ പോണത് കണ്ടാലൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അച്ഛൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് അവൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ പാട്ട് വയ്ക്കുന്ന സമയത്ത് അവൻ തന്നെ പിന്നെ കൂട്ടലും കുറയ്ക്കലൊക്കെ ആയി. അങ്ങനെ ഭയങ്കര അലമ്പാണ് കേട്ടോ. വിചാരിച്ച പോലെയല്ല, കുറച്ച് വികൃതിയൊക്കെ ഉണ്ട്. ഞങ്ങൾ പറയും ഇങ്ങനെ ഭയങ്കര സൈലൻ്റ് ആണെന്നൊക്കെ, പക്ഷേ കുറച്ച് കുറുമ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് അവളുടെ കൂടെ കളിക്കുകയായിരുന്നു കേട്ടോ. നല്ല ഇഷ്ടമാണ് കുട്ടികളെനൊക്കെ. അവൾക്ക് നല്ല കളിപ്പിക്കാൻ വയ്ക്കും കുട്ടികളെനെ, കൈ കൂട്ടിയിട്ടും ഡാൻസ് കളിച്ചിട്ടൊക്കെ. ഒറ്റയ്ക്ക് വാതിലൊക്കെ തുറന്ന് പോവാണ് ആശാൻ. ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പം മുട്ടുകുത്തിയിട്ട് ഇപ്പം ഇങ്ങനെ എല്ലായിടത്തും എത്തുന്നുണ്ടല്ലോ, അവന് വേണ്ടിടത്തൊക്കെ എത്തുന്നുണ്ടല്ലോ. അപ്പം അവനിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മളിങ്ങനെ പുറകെ ഓടി ഓടി നമ്മൾ ക്ഷീണിക്കും. ഇനിയിപ്പോൾ നടക്കാൻ തുടങ്ങിയതൊന്നും ആവില്ല അങ്ങനെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങളായി. വീഡിയോ എത്ര പേര് കാണും, ആർക്കൊക്കെ ഇഷ്ടപ്പെടും എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവരും ഇങ്ങനെ ചെയ്യാറില്ലേ വീഡിയോ, മോർണിംഗ് റുട്ടീനും നൈറ്റും പിന്നെ ഡേ ഇൻ മൈ ലൈഫൊക്കെ. അപ്പോൾ അതുപോലെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത്ര മെനൊന്നും ആയിട്ടില്ല എന്ന് എനിക്കറിയാം കേട്ടോ. കാണുന്നവരാരെ ഇങ്ങനെ ഇത്ര പേര് കണ്ടു, അതൊക്കെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷം, അല്ലാതെ പ്രത്യേകിച്ചൊരു കാര്യമില്ല അങ്ങനെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.